ഇങ്ങക്ക് 19 വയസ്സായില്ലേ എൻ്റെ കാക്ക. നമ്മുടെ സർക്കാരായിട്ട് ഇങ്ങനെ ഇളവ് വരുമ്പോ അതിന്റെ മുകളിൽ ദമ്മിടുക. ഇനി ഇടൂല സാറേ. ഇടരുത്. ഇടൂല. നമ്മുടെ രാജ്യത്തെ നമുക്ക് ആദരിക്കണ്ടേ? രക്ഷിക്കണം സാർ, തീർച്ചയായും രക്ഷിക്കണം. മിടുക്കൻ. എന്താ നിന്റെ പേര്? റഹ്മാൻ. ശോഭന, ഈ റഹ്മാന്റെ അഡ്രസ്സും ഡീറ്റെയിൽസും മേടിച്ചിട്ട് വിട്ടാര്. പേരും അഡ്രസ്സും കൊടുത്തിട്ട് നീ പോയി കല്യാണം കഴിക്കാൻ നോക്ക്. താങ്ക് യു സാർ. സാർ നിങ്ങളെ കമ്പനിക്കാരനെ ആസില്ലേ? ഓന്റെ പെണ്ണുങ്ങൾ ആശാ വർക്കറല്ലേ? എന്താ എന്റെ ചെമ്പ്? നിന്റെ ചെമ്പ് കൊറോണ കാലം കഴിയുന്നവരെ കോടതിയിൽ ഇരുന്ന് നിയമം പഠിക്കട്ടെ. സെബാസ്റ്റ്യ, ജീപ്പ് എടുക്കേ, മാസ്ക് വെച്ചോണേ. ഓലൊക്കെ പോയി. വെറുതെ കാക്കനായിട്ട് അതും പറഞ്ഞ് കച്ചറ ഉണ്ടാക്കാൻ നിൽക്കണ്ട. കാക്ക ഗൾഫിലൊന്നും പോലും കേട്ടാ. അതന്നെ എനിക്കും പറയാനുള്ളത്. നിങ്ങൾ എന്തിനാണ് കള്ളത്തിന് പറഞ്ഞ എന്നെ കെട്ടിക്കാൻ നോക്കണത്? ഞാൻ ഒരു ഗൾഫിലേക്കും പോകില്ല 100 പ്രാവശ്യം പറഞ്ഞല്ലേ. എനിക്കിപ്പോൾ കല്യാണം വേണ്ട. അത് നിങ്ങൾ തന്നെ വാപ്പാനെ വിളിച്ചങ്ങ് പറഞ്ഞേക്ക്. ഈ ഇപ്പോഴും ആ ബാലുവിനെ തന്നെ വിചാരിച്ചേക്കായിരിക്കും. എന്നാ പിന്നെ എനിക്ക് ഓളത്തെ നിങ്ങൾ വിളിച്ച് കൊണ്ടുവന്നുവിടാ. എന്തൊരു വിട്ടുവിട്ട് നിന്നോളേ നാളെ നിൽക്കാം കേട്ടോ. കൊറോണ വരാണ്ട് നോക്കോട്ടോ. ഈ അതും കൂടി അങ്ങോട്ട് നല്ല മനുഷ്യ ചക്ക കൂട്ടി മൊത്തം തരാ കൊറേ കാലമായി മീനൊക്കെ കൂട്ടിട്ട് ഉഷാറാക്കുന്നായാലും. വരി എല്ലാരും വരി. നല്ല പടക്കണ ചെമ്മയുണ്ട്. എന്താണ് വിശേഷ് ഭായി? നല്ല പടക്കണ പുയ്യാപ്പിളക്കോര എടുക്കട്ടെ. മത്തിയ എന്താണ് വിജീഷ് ഭായി? നിങ്ങൾക്ക് നല്ല കോളാണല്ലോ ഇപ്പൊ ലാഭമായിരിക്കും. കൊറോണ ടെസ്റ്റ് എന്നും പറഞ്ഞ 1800 2000 രൂപയ്ക്കല്ലേ മേടിക്കുന്നത്. നമ്മളെ പേരിലേക്കുള്ള അതിനവിടെ ചെലവുണ്ട്. എടാ ഒരു 1/2 കിലോ. മീൻ വാങ്ങാൻ നേരത്ത് മാസ്ക് ഇട്ടാ, മീൻ കൂട്ടാൻ നേരത്ത് മാസ്ക് കൂല. ആ ഉണ്ടോട്ടേക്ക് ഒരു മിനിറ്റാ പോരാ. മജോ 12 മണിയാകുമ്പോഴത്തേക്ക് മീൻ എടുത്ത് വെച്ച് തട്ടയിക്കണം. 12 മണിയാകത്തില്ല. ഫൈൻ എടുക്കാൻ വയ്യാതാ. ഒന്ന് വന്നുകൂടി അങ്ങായി. ആടെക്കടാ വരുന്നേ. പൊരിക്കാനാട്ടോ, പൊരിക്കാനുള്ള ഭാഗത്തിൽ കട്ട് ചെയ്താൽ ഞാൻ പോയി കേട്ടോ. ആയിക്കോട്ടെ. നിങ്ങളെത്ര പേരെ എന്നെ വിളിക്കുന്നു? മൂപ്പര് സാധനങ്ങളൊക്കെ കയറ്റി. അവിടെ ഉണ്ടോ? എന്താണ് ഈ സാധനങ്ങളൊക്കെ കയറ്റി? അവിടെ സീണ്ടോ? നല്ല കൽപ്പിലിരിക്കാൻ അവിടെ ഇടപെടണോ? വേണ്ട. നീ ഒരു കാര്യം, ആ കയറ്റിയ സാധനമൊക്കെ നൈസായിട്ട് ഞാൻ മൂപ്പരാളും സംസാരിച്ചിട്ട് വരാം. കയറ്റി പോയില്ലേ? ഇറക്കിയങ്ങായി. ചേട്ടാ നിങ്ങൾ തരീത് എൻ്റെ സ്ഥലമില്ലെന്ന്. എടാ സാരി രാശേട്ടൻ സ്ട്രോങ്ങിൽ ഒരു പൊടിച്ചായ പറയും. എന്താണ്ടാ ആളെ മക്കാറാക്കുക? ചിരിക്കല്ലേ? അതെന്ത് വർത്താന രാശേട്ടാ? ആരാനെ പോലെ ഞാൻ നിങ്ങളെ പറ്റുമല്ലേ? നിങ്ങൾ എന്നെ ചെറുപ്പം പോലെ കാണുന്നല്ലേ? അതുകൊണ്ടാണല്ലോ ഈ വന്ന് കരഞ്ഞ് കാല് പിടിച്ചപ്പോ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. എന്നിട്ടിപ്പോ 4 മാസമായിട്ട് മുതലുമില്ല, പലിശയില്ല, ലാഭവും. അത് നിങ്ങൾ തിരക്കാക്കിയിട്ടല്ലേ? കുറച്ചും കൂടെ കാത്ത നിങ്ങൾക്ക് തന്നെ ഈ ബിസിനസ് നിങ്ങൾ ഇറക്കിയതിന്റെ ഇരട്ടി ഉണ്ടായിക്കൂടെ? ഈ കോവിഡ് ലോക്ക്ഡൌൺ ഒക്കെ പോകാൻ പോകണേ രാശേട്ടാ. ലോകം ഇനി പഴയ പോലെ ആവും. കൊല്ലൊക്കെയാണ് എന്ത് വർത്താനാണ് പറയുന്നത്? ഈ WHO കൊണ്ടാണ്ടർ പറഞ്ഞു, നീ കേട്ടില്ലേ? ലോകത്ത് നീ കോവിഡ് പോകാൻ പോകുന്നില്ല, ഇനിയൊക്കെ ന്യൂ നോർമലാ. ഇപ്പൊ ഈ സാധനങ്ങൾ ആക്രി വിലക്ക് കൊടുത്താല് ഉള്ള പൈസയെങ്കിലും എനിക്ക് കിട്ടും. മുരുക തീർന്നല്ലേ രാശേട്ടാ? ഞാൻ ഒന്നും പറയണ്ട, നിർത്തിക്കാൾ. ഈ കല്യാണങ്ങൾ നടക്കാതെ ഇതൊന്നും നടപടിയാവില്ല. അത് തന്നെ എനിക്കും പറയാനുള്ളത്. കല്യാണം മരണമൊന്നും ഇവിടുന്ന് അവസാനിക്കാൻ പോകുന്നില്ല. പക്ഷെ ഈ കോവിഡ് അത് ഇവിടുന്ന് അവസാനിക്കും. ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അൻസാരിയുടെ പീഡിയ പൂട്ടി, അജ്മീറ 15 വക്സ് അതും പൂട്ടി, സിത്താരയുടെ പീഡിയ പൂട്ടാൻ നിൽക്കുകയാണ്. ബാക്കിയുള്ളത് ആരുടെയാ? നമ്മുടെ പീഡിയ മാത്രം. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ നിങ്ങളെ പ്രോഫിറ്റ് 5% കൂട്ടി. 2 മാസം സമയങ്ങൾ എനിക്കിതാ. അത് കഴിഞ്ഞ് നിങ്ങൾ തന്നെ ഈ എൻ്റെ അടുത്ത് തന്നെ ഒന്ന് പറയും, ബച്ചു ഈ പറഞ്ഞ കണ്ടാ ശരി, കോവിഡ് ഒരു പഴങ്കഥയായി.
ആ സ്ട്രോങ് കുടിച്ചാൽ വരുമോ? വരും. വന്നാൽ ഈ എന്നെ കുടിച്ചാൽ മതി, ഒന്ന് തണുക്കട്ടെ. അത് ചൂടല്ലേ. പച്ചോ 2 മാസം. ഇതെന്റെ വാപ്പയിലെ നിക്കായിനിരുത്തിയ ഉണക്ക കസേരല്ല, സിംഹാസനാണ്, സിംഹാസനം. അയ്യോ വേണ്ട, ഇരുന്നോ. ഓ പച്ചോ 2 മാസം. അതിൻ്റെ ഉള്ളിൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ വരും. ഇവിടേക്കല്ല, വീട്ടിലേക്ക്. മുരുക, ആ സാധനങ്ങൾ ഇറക്കി വെച്ചോ. ആദ്യം ഇനി തെണ്ടുകൾ ഒഴിവാക്കണം, അത് നന്നാവുള്ളൂ. ഈ ഒന്ന് ബെല്ലടിച്ച് നോക്കി. അതാ അവിടെ. ഹലോ. ഇനി എത്ര ദിവസം ഉണ്ട് തടവ്? തടവ് എന്നൊന്നും പറയില്ല. ബാംഗ്ലൂരൊക്കെ ഇതിനേക്കാളും വലിയ സീനാ. നിങ്ങൾ ക്ലാസ് എടുക്കൽ നിർത്തിയിട്ട് കാര്യത്തിലേക്ക് വരും. ഞാൻ പറഞ്ഞ സാധനം കാണുന്നുണ്ടെങ്കിൽ താഴത്തമ്മാന്റെ അടുത്തുണ്ട്. അത് കാണാ. നിങ്ങൾ അതിന്റെ മഹർ പറയും. 1 ലക്ഷം പീസിന് ഉറപ്പി വെച്ചിട്ട് മൊത്തം 3 ലെയറാ. പിന്നെ വച്ചോ, എന്റെ പകുതി പൈസ എന്നിട്ടുള്ള പരിപാടി വേണ്ട, അത് രാജേഷ് ചേട്ടന്റെ അടുത്ത് വന്നു. ഇവിടെ ഫുൾ അഡ്വാൻസ്. നിങ്ങളടുത്ത് നമ്മൾ അങ്ങനെ ചെയ്യോ? കേറി വരി. അലേമാന്റെ മോൻ അസിയല്ലേ? അതെ, അതന്നെ. നിങ്ങൾ ചോറൊക്കെ തിന്നിക്കണാ? ആ ഞങ്ങൾ കഴിച്ചിട്ട് വന്നു. എങ്ങനെ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവല്ലോ അല്ലേ? ആ ടേസ്റ്റ് ഉണ്ടായി. അല്ല മണോ? മണം ഉണ്ടായിനോ? മണം മണം ഉണ്ടായി. ഉണ്ടായിനോ? ആ ഞങ്ങൾ ആ മാസ്ക് ഊരിയിട്ട് കേറിക്കോളി. സാധനമൊക്കെ നിങ്ങൾ കയറി നോക്കിക്കോളി. ഇതല്ലേ? ആ ഓന് ശമ്പളം വകി കമ്പനി കൊടുത്താ ഇതൊക്കെ. അങ്ങനെ ചില കമ്പനി കളിക്കാതെ എഴുതൂടടി. ഇത് ഞാൻ എഴുതിയല്ലേ, ഇത് ഞാൻ എഴുതിയല്ലേ, ഇത് ഞാൻ എഴുതിയല്ലേ. എപ്പോഴെപ്പോഴും ഇങ്ങനെ എഴുതുക? എനിക്ക് വേണ്ടത് ലീവൊക്കെ. പാത്തു എഴുതു. അതെ, ബുഷറാന്റെ കാര്യത്തിലേക്ക് ബേജാറ്. അത് ഇനി ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ ശരിയാവൂല. നിങ്ങൾ ബച്ചനോട് പറഞ്ഞിട്ട് ആ പോയി അപ്പളേനെ ഒന്നുകൂടെ പോയി കാണാൻ പറയും. നിങ്ങൾ പറയുമ്പോൾ ഒരു ഗൗരവമൊക്കെ ഉണ്ടാവും. ഉണ്ട് കൊടുക്കേ. ഞാനിത് ചാർജിലിട്ടത് ഇനി ഒരു മിനിറ്റ്. നീ ഓളിതവിടെ പഠിക്കുന്നുണ്ട്. മോളെ വാപ്പച്ചിയാ. ഹലോ വാപ്പച്ചി. നല്ല വിശേഷം. വാപ്പച്ചി വരുമ്പോ മിക്കി മൗസിന്റെ ഡോള് കൊണ്ടുവരാൻ മറക്കരുത്. ആ ഇതാ ഓനെത്തി. നിങ്ങൾ എന്നെ ഒന്ന് പറഞ്ഞേക്ക് മോനെ. വാപ്പ പറയും. മോനെ എന്താ പരിപാടി? ഹലോ. നിങ്ങൾ 21-നല്ലേ വരണേ? 21-ന് വരണമെന്നുണ്ട്. വന്ദേ ഭാരതിന്റെ കാര്യല്ലേ, എയർപോർട്ട് വരെ പോയി തിരിച്ചു വന്ന കേസൊക്കെ. പിന്നെ ഈ അളിയനെ പോയിട്ടൊന്ന് കാണും പെട്ടെന്ന്. മുസ്രന്റെ കാര്യം ഇങ്ങനെ തീട്ടിക്കൊണ്ടുപോയാൽ ശരിയാവും. അതിപ്പോ ഞാനാണോ നീട്ടിക്കൊണ്ട് പോണ്? ഞാൻ എത്ര വട്ടം പോയി അളിയന്റെ അടുത്ത്? ഞാൻ പറയുന്നത് കേൾക്കപ്പോൾ പെണ്ണിന്റെ വീട്ടുകാരൊന്ന് താന്ന് കൊടുക്കണം എപ്പോഴും. മനസ്സിലായി. ഞാൻ എന്തായാലും ഉമ്മക്ക് കൊടുക്കാം. വേണ്ട, ഞാൻ കുറച്ചായിട്ട് ഉമ്മനെ വിളിച്ചോളാം. കുറച്ച് പണിയുടെ ഇവിടെ ഈ ബോർഡ് വെച്ചോ. ശരി എന്നാൽ ഉമ്മ നിങ്ങളിങ്ങനെ കൈ കാലോട്ട് അടിച്ചിട്ട് ഒരു കാര്യമില്ല. എനിക്ക് പോകാൻ തോന്നുമ്പോൾ ഞാൻ പോകും. നീ ഒന്ന് ചോദിക്കടാ. ഈ ഇങ്ങനെ നിലവിളിക്കലടോ. എൻ്റെ പെണ്ണ് പോയാലും എനിക്ക് സങ്കടമില്ല. അഞ്ചാ ഈ ഇങ്ങോട്ട് വാമത്തെ പെണങ്ങല്ലേ. ലോക്ക്ഡൗൺ ആയിട്ട് നിങ്ങൾക്കുള്ള തീറ്റയും കൊണ്ട് ഞാൻ വന്നതാ. പക്ഷെ ബൈക്ക് പോലീസുകാരോട് ചേർത്തടിപ്പിച്ച് പറ്റിപ്പോയി. ഈ എന്നോട് ക്ഷമിക്ക്. ഞാനൊരു കാര്യം ചെയ്യാം, എന്നെ കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിക്കാം. അതുവരെ ഈ ഇങ്ങനെ നിൽക്ക് കേട്ടാ. ബച്ചോ, എൻ്റെ ഭാര്യ വരുന്നുണ്ടല്ലോ. അതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. ഈ ഞാൻ ചോദിച്ചതിന് മറുപടി രാസിയെ. സുമീൻ്റെ സ്വർണ്ണം ഒന്നും മറിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നാളെ സാധനം ഇറക്കാം. നോക്കു വെച്ചോ, ഈ ഇതിങ്ങനെ പൊട്ടാനായിട്ട് ബിസിനസ് ചെയ്യണ നേരം കൊണ്ട് എനിക്ക് എൻ്റെ വാപ്പ പറഞ്ഞാൽ ഗൾഫ് പോയിക്കൂടെ? അതാകുമ്പോൾ ഇസ്മായിൽഖാൻ്റെ കമ്പനി നല്ലൊരു ഓഫർ ഉണ്ടോ? വെറുതെ എന്തിനോട് തിരിഞ്ഞു. അത് പോയിന്റ്. എൻ്റെ മാസ്കിന് എന്താ വില?
15. അൻ്റെയോ? 10. 1 ഉറുപ്പ്യക്ക് അമ്മക്ക് കിട്ടണത്. അപ്പം എത്രയാ ലാഭം? ഒന്ന് കൂട്ടിയോ. ഈ സീസണിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ബിസിനസ്സാണ്. അതാണ് എൻ്റെ അസിയെ ഞാൻ പറയണത്. ഇനി ഞാൻ കഴിച്ചല്ലോ. എന്നിട്ട് വേണം വാപ്പ വരുമ്പോൾ നിവർന്ന് നിൽക്കാൻ. ചെയ്യ വിചാരിക്കണം. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. മതി, ഈ ചോദിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഓക്കെയാണ്. സുമിയെ അനക്ക് നല്ല വള്ളണ്ടല്ലോ സാവ്യ. ഇത് ഇരട്ടക്കുട്ടികളെ എന്നെ കാരം. എനിക്കൊന്ന് 7-ാം മാസത്തിൽ ഇത്ര വള്ളം ഉണ്ടായിട്ടില്ല. ഇത് ഇരട്ടക്കുട്ടികളെ എന്നെ. നിങ്ങളൊന്നും മിണ്ടാതിക്ക് മോളെ സുമിയെ. ഞാൻ ഇരിക്കും വെറുതെ ഓളെ ടെൻഷൻ അടിപ്പിക്കാൻ. ഇത് ഇരട്ടക്കുട്ടികളൊന്നും അല്ല സുമിയെ. ഇത് കുഞ്ഞിനെ നല്ല തടിയിലനെ കൊണ്ടാന്ന്. എനിക്കറിയാം. ഞാൻ എന്താ പൊട്ടത്തിയാ? ഇതെല്ലാം ആദ്യത്തെ സ്റ്റേ. എനിക്കറിയാം. ഞാൻ ഓളൊന്നും നിങ്ങൾ ആടെ കിടന്ന് കഥകളി കളിക്കണ്ട. സാധനം അലമാറക്കെത്തുണ്ട്, കയറി എടുത്തോളി. എന്തോ ചെയ്യപ്പളേ? ഇല്ല, ഒന്നുമില്ല അമ്മയെ. പരമ്പരാ ജീവിതത്തിന്റെ ഓരോ പള്ളേക്കാളല്ലേ. അല്ലടാ, ഓൻ ആത്താവുള്ളൂ. എൻ്റെ വാപ്പ വരണ്ട് എവിടാ? കൊല്ലത്രയായി പോയിട്ട്. 21-ാം തീയതി വരും. എന്താ നിങ്ങൾ നാടൻ വലിച്ചു മടുത്താ? നീ പോടേക്കാ. സുമീന്റെ പള്ള കാണില്ലേ? എനിക്കിത് ഏടേനു. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ എവിടെക്കാണ്ട് ഇപ്പൊ പോണ്? നിങ്ങളൊന്ന് മിണ്ടാണ്ടിക്കുമ്പോ എല്ലാം അറിയാം. ഓ, ചെക്കനെ കൊണ്ടുള്ള കുറച്ചൊന്നും. അപ്പൊ നിങ്ങൾ അകത്തേക്ക് ചെല്ലേ. ഓരൊക്കെ അവിടെ ഇരിക്കല്ലേ. ഓരിക്ക് മുണ്ടാൻ പാടുന്ന എമ്പാടും ആളില്ല. ഇഞ്ചി ഇറങ്ങി വാടാ. ഈ വല്ലാണ്ട് കളിക്കണ്ട കേട്ടോ. 16-ാം തീയതി അവളെ കൂട്ടിക്കൊണ്ടു. അതിന് മുന്നേ സാധനം എടുത്തരണം. 16-ാം തീയതി ഇനിയും 10-15 ദിവസം ഇല്ല സിയെ. ഇത് നമ്മൾ ഒരാഴ്ച കൂടെ എടുക്കൂലേ? അനക്കെന്താ ബുഷറനോട് ചോദിച്ചാല്? ഓളുടെ ഒരു മാല ഉണ്ടാക്കിയ പ്രശ്നം ഇതുവരെ തീർന്നില്ല. ഇത് തീർത്തിട്ട് വേണം അതിനോട്. കേട്ടോ. ശരി എന്നാൽ. കുട്ടി തൂറിക്കണേ പുതുക്ക നിക്കട്ടെ, കുട്ടി തൂറിക്കണേ പുതുക്ക നിക്കട്ടെ. വച്ചുപോയി നമുക്കൊരു 15 മാസ്കൊക്കെ തരിട്ടങ്ങള്. 15 മാസത്തിന് കാശാവും നൈസിൽ പോയി. അതൊന്നും ഒരു വിഷയമല്ല. നിങ്ങളേതായാലും കടത്തിലല്ലേ. കട ഉള്ളോണ്ടാ പറഞ്ഞ കാശാവും. ആ കവക്ക് ശരിയാക്കാതെ. അല്ല, എൻ്റെ മോനെ കണ്ടെയ്ൻമെന്റ് ആണല്ലോ. മതില് വിവരമില്ലാത്ത നാട്ടുകാരുടെ ഒരു പരിപാടികൾ. കൊറോണ വരാണ്ടിക്കാൻ വെച്ചിരിക്കണം. നിങ്ങൾ മനാമോട്ടലിലേക്കല്ല പോയി കേറി. ഓട്ടർഷക്കാർക്ക് അറിയാത്ത ഓടുവൈകൾ ഏതാ ഈ അണ്ടകടത്തിൽ കേറി നിങ്ങള്. യുവാക്കൾ പൊറാട്ട ചുടുകയാണ്. അവർ മൈദയെടുക്കുകയാണ്. മൈദയെടുത്ത് കുഴക്കുകയാണ്. അത് കുഴച്ച് അത് ഉരുട്ടി പിന്നെ പരത്തി ആ മൈദ പൊറാട്ടയാക്കുകയാണ്. പൊറാട്ട മൈദ പൊറാട്ട, ഇക്ബാലിന്റെ പൊറാട്ട, റൂബിയുടെ പൊറാട്ട, അമീർ യൂസുഫിന്റെ പൊറാട്ട. ഹോട്ടലിൽ പൊറാട്ട ചുടുന്ന പുണ്ടാരികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രാവിലെ തന്നെ പടയിന്റെ ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ എല്ലാ താമസിക്ക ഇവിടെ കണ്ടെയ്ൻമെന്റാ? അത് കുട്ടി, ഈ റോഡില്ലേ ഇതിന്റെ അപ്പുറത്ത് വാർഡ് 55. അത് ശരി, അവിടെ കണ്ടെയ്ൻമെന്റാ. ഇത് 56. ഇവിടെ കണ്ടെയ്ൻമെന്റ് ഇല്ലേ? അല്ലാന്ന് വാർഡ് തിരിച്ചിട്ടപ്പോ കൊറോണ ആയിരുന്നു. അത് ഈ നമ്മൾ സർക്കാരിനോട് ചോദിച്ചാൽ മതി. ഒന്ന് ശ്വാസം വലിച്ചേ. അതേപോലെ ഒന്ന് കേട്ടിട്ട് തട്ടിപ്പ് പോരാക്കിട്ടോ. എന്തൊക്കെയാണ് അളിയ പുതിയ ഉടായ്പ പരിപാടികള്? എന്താ കളിയാ നിങ്ങൾ വീട്ടിലേക്ക് വരാത്തത്? ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞില്ലേ? വരാനും പോകാനും ലോക്ക്ഡൗൺ ഒന്നും ഒരു പ്രശ്നമല്ല എന്ന് എൻ്റെ പെങ്ങള് തെളിയിച്ചല്ലാടോ. അല്ലേ? അത് കളിയോ സത്യം എന്താ നിങ്ങൾക്ക് അറിയാലോ. ചെറുടോ എല്ലാം അറിയാം. ഈ കണ്ട നാട്ടുകാർ മുഴുവൻ എതിർത്തിട്ടു. ഞാൻ അവളെ കെട്ടിയവനായിട്ട് ഇപ്പോഴും നിൽക്കുന്നില്ലേ? ഇല്ലേ? അല്ലെ നിങ്ങൾ ഇങ്ങനത്തെ റോങ് വർത്താനം പറയരുത്. എന്താ ഉണ്ടാ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ലല്ലോ. അല്ലെ ഇനി ഈ പരിപാടിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് കാണാൻ എന്നെ കൊണ്ടാവില്ല. ഇത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞോ എന്നോട് കൂടെ വരെ എന്താണ് ബച്ചോ അതിന്റെ മേലെ തന്നെ. അളിയനെ കണ്ടീന്? ഇനിയെങ്കിലും നോക്കി കണ്ടൊക്കെ നിൽക്കുക ഉഷ. ഞാനെന്താ നോക്കട്ടെ? എല്ലാം അറിഞ്ഞിട്ട് എന്നെ സംശയം
നിശ്ചയിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ? ഇനി ഞാൻ പോയി മൂപ്പരെ കാല് പിടിക്കണം? ഈ പോവില്ല, അതുകൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെ പോകേണ്ടി വരുന്നത്. അനക്ക് കിട്ടിയതൊന്നും പോരാ. ബച്ചോ, ഈ മീൻ വാങ്ങിനാ? എടാ ബാപ്പ പിന്നെയും വിളിച്ചിനി. അളിയും ബാപ്പാനെ വിളിച്ച് എന്തൊക്കെയോ ചൂടായിക്കണം. മൂപ്പരാകെ ബേജാറായിരിക്കുക. വാപ്പ ഇങ്ങനെ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. അളിയനല്ല, ആരായാലും ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറുള്ളൂ. അതിനോൾ എന്ത് തെറ്റാ ചെയ്തേ? നമ്മൾ ഈ ചാറ്റ് ചെയ്യുമ്പോഴേ നമ്മൾ പറയുന്നതന്നെയാണോ അപ്പുറത്തുള്ള ആൾക്ക് മനസ്സിലാവുക? ആണല്ലോ. ഈ അതൊന്ന് സൈലന്റ് ആക്ക്, മോൾ എണീക്ക്. അളിയാക്ക വരുന്നില്ലേ? വരുമായിരിക്കും, പക്ഷെ ഇനിയൊന്നും പഴയ പോലെ ആവില്ല, അതെനിക്ക് ഉറപ്പാ. ബച്ചോ, നീ തൽക്കാലം കൊണ്ടുവന്ന് വെച്ചോ. ശരി, ഇനി ഞാൻ ഇറങ്ങിക്കുന്നില്ല. തീർന്ന് തന്നെ നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്സ്ഫോർഡിന്റെ വാക്സിനൊക്കെ വരണ്ടെന്നാ കേട്ട്. അതും കൂടി വന്നാൽ അത് കൂടെ കെട്ടിക്കിടക്കുള്ളൂ. എൻ്റെ പൊന്ന് ദാസേട്ട്, ഞാൻ ഈ കച്ചവടം തുടങ്ങിയിട്ടുള്ളൂ. അപ്പം തന്നെ നിങ്ങൾ ഇമ്മാരി വർത്താനം പറയല്ലേ. അതൊന്നും തീരാൻ പോകില്ല. നിങ്ങൾ കാശെടു. അല്ലടോ, വിറ്റിട്ട് തന്നാ പോരെ. നിങ്ങൾ വെറുതെ സൊറയാക്കല്ലേ. നിങ്ങൾ ഇതിൻ്റെ അകത്ത് എമ്മാരി ലാഭം ഉണ്ടാക്കുന്നത് നമുക്ക് അറിയാം. ഇജ്ജ് വിട്ടോ. അതും തീർന്നു. അത് മറ്റേ ആ, എങ്ങോട്ടോ അത്? ഈ ശരത്തേണ്ട കല്യാണത്തിന് ചേച്ചെടുത്ത് നമ്മളെ കോഴിക്കലത്തെ 20 എണ്ണല്ലേ? അത് വർത്താനം വെച്ചുക. പ്രോട്ടോകോളല്ലേ ഞാൻ ജീവിക്കുന്നത് തന്നെ. 9, 12, 15, 18, 19, 20, 21, 22. ഈ എന്നെ കോടതി വെച്ചിട്ടാണോ അല്ലേ? അവരെണ്ണം ഇറക്കി വെക്കണം. ഇറക്കി വെക്കാൻ നാറ്റിക്കില്ലേ? ഓൻ്റെ മുന്നിൽ ഒരു വില ഉള്ളതാ. ഈ ചിലക്കാണ്ട് ഇറക്കി വെക്കും. 90 കൂട്ടാണ്ട്. തീരെ കണക്കറിയില്ല സുനിയ. അത് നിങ്ങളല്ലേ കഴിച്ചത്? ആ, നിന്റെ തല്ലിട്ട്. അല്ലാതെ പിന്നെ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ കാര്യങ്ങൾ. ഈ എന്താണ് എന്നാ ചായ കുടിക്ക്. എനിക്ക് വേണ്ട, മൂടില്ല. ബച്ചോ, കാലാണ്ട് മാറ്റി കളയാ. ഈ 100-500 മാസ്ക് വിറ്റ് നടന്നിട്ട് ഒരു കാര്യമില്ല ബച്ചോ. ഇതിപ്പോൾ നമ്മൾ കച്ചവടം തുടങ്ങിയിട്ട് എത്രയായി? ഇതുവരെ നമ്മൾ വിചാരിച്ച പോലെ എന്തെങ്കിലും നടന്നിനോ? ഒരു ബൾക്ക് ഓഫർ വന്നിട്ടുണ്ട്. ഈ കച്ചറ ഉണ്ടാക്കാണ്ടിരുന്ന ഇത് നടക്കും. നമുക്ക് സുമീരെ സ്വർണ്ണം എടുക്കാം. ഞാൻ എന്തിനാ ചൊറയാക്കുന്നു? കച്ചവടമല്ലേ? അല്ല, എന്താ വെച്ചാലേ എന്നാ ഞാനവിടെ പോട്ടെ. ആ ശരി, എന്നാല് നോക്കി കൊടുത്തോണ്ടി. ആയിക്കോട്ടെ. സുനിയ വണ്ടി എടുത്തോ. ആള് നമ്മളെ വിജീഷാണ്, വിജീഷ് ദാമോദരൻ. ഓനെ കച്ചവടം കൊണ്ടുവന്നേ. ഏത് വിജീഷ്? നമ്മളെ ബുഷറാൻ്റെ. ഇനി ഓൻ്റെ മുമ്പിൽ ഞാൻ കൈ നീട്ടണം. ഈ ഒന്നും നീട്ടണ്ട, ഈ മിണ്ടാതെ നിന്നാ മതി. ഓ മാനേജറെ മുട്ടിച്ചേരും. ചുരുങ്ങിയതൊരു 3000-4000 പീസെങ്കിലും പോകും. അതുപോലെ മതി ചിന്തിച്ചത്. വാ ഇങ്ങോട്ട് വാ, സെറ്റാണ്. പോയിങ്ങോട്ട്. ഈ ഒന്നും ഉഷാറാവസ്ഥ. എനിക്ക് വാപ്പ വരുമ്പോ ഒന്നും ഞെളിഞ്ഞിക്കണ്ടേ? സാറേ, ഇതാണ് ഞാൻ പറഞ്ഞ, ഇതാണ് അസി. അസിബായി, പിന്നെ ഒരു കച്ചവടം നേരെ മൂത്തോക്കി സംസാരിക്കല്ലോ. അതാ പിന്നെ ഞാൻ ഇവിടെ പിടിച്ച്. മനസ്സിലായി. പിന്നെ ഫിജിഷ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ? 3 ഉറുപ്യ 50 പൈസക്ക് ഞാൻ ബില്ല് ചെയ്യും. 3 ഉറുപ്യ ഇങ്ങനെ കിട്ടും. പിന്നെ അതൊക്കെ അതിവായി അറിയാലോ അല്ലേ? അല്ല, ഇപ്പൊ നിങ്ങൾ എത്ര എടുക്കും? എന്നിട്ട് അതിനനുസരിച്ച് തീരുമാനിക്കാം. നിങ്ങള് ഇത് വച്ചു മൂപ്പരയിലെ സാധനമുള്ളത്. വിജീഷേ, അപ്പൊ നമുക്ക് നൈറ്റ് ഷിഫ്റ്റിൽ ഒരു 50,000 എടുക്കാം. നമുക്ക് ഒരു 50,000 വെച്ചോ. എന്തേ
ഇനിയിപ്പോ 10 ദിവസം കഴിഞ്ഞിട്ട് ഓർഡർ കൊടുക്കാം. 10 ദിവസം അതിന്റെ അടുത്ത് തരാം. ആയിക്കോട്ടെ. അപ്പൊ നാളെ തന്നെ വെക്കോ? സെറ്റാണ്. 50,000. അതെ. ആയിക്കോട്ടെ, സെറ്റ്. ശരി ശരി. ഇപ്പൊ എന്തായി? ഓനല്ലെങ്കിൽ ഒരു പാവാണ്, വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട്. ബച്ചുഭായ്, അത് ഈ ലോക്ക്ഡൗണിന് കുറച്ച് ടൈറ്റ് വന്നപ്പോഴാണ് ഞാൻ ബുഷറിൻ്റെ മാലിന്ന് കുറച്ച് എൻ്റെ ഗതികേടനാണെങ്കിൽ തിരിച്ചെടുക്കും. എനിക്ക് കൊറോണയും കിട്ടി. പിന്നെ ഈ റൂട്ട് മാപ്പ് എടുക്കലും അതിൻ്റെ പിന്നാലൊക്കെ പാടിയിട്ട് ആകെ പ്രശ്നമായി പോയി. അതാണേ വിജീഷ് ഭായ്, കൊറോണനേക്കാൾ ഇടങ്ങാറാണ് റൂട്ട് മാപ്പ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒന്ന് കരുതിക്കാളി. കരുതലാണല്ലോ അല്ലേ? പോവാ. ഒന്ന് വേഗം ആട്ടെ, എത്ര നേരായി. ഞാൻ ചോദിച്ചില്ലല്ലോ. മക്കൾ എന്തെങ്കിലും ചോദിച്ചിട്ടാണോടാ അമ്മമാര് മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കല്? നിങ്ങൾ സൂചിപ്പിക്കാണ്ട് കാര്യം പറയുമ്പോ നാളെ ബാനു വരുന്നുണ്ട്. എന്താ നാളെ തന്നെ ഞാൻ പോയി കെട്ടണായിരിക്കും. നീ പോണം. ഓളയിലൊരു പെട്ടി കൊടുത്തയച്ചിട്ടുണ്ട് ബാപ്പ. അത് മൂപ്പര് ഓൾറെഡി കൊടുത്തയച്ചത് അടുത്ത ആഴ്ച വരുന്നില്ല. അന്നേരം കൊണ്ടുവന്നാ പറയാനാ. ബാപ്പ ഇനി ക്യാൻസൽ ആക്കിയിട്ടല്ലേ വരുന്നത്. ഇനിയും ബാപ്പാനെ കൊണ്ട് ഒരു കൊല്ലം എന്നും പറഞ്ഞ് തിരിച്ചു പോകാനുള്ള ഈ ആയിട്ട് ഉണ്ടാക്കരുതേ. ഞാൻ പറഞ്ഞിട്ടാണോ എല്ലാ കൊല്ലം ബാപ്പ ഗൾഫിൽ പോയി നിൽക്കണം? എടാ, ഈ ഇങ്ങനെ ഒരു പണി സ്വരമില്ലാണ്ട് ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ബാപ്പക്ക് എങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റുക? അന്നോട് ബാപ്പ പറഞ്ഞല്ലേ ആ ഇസ്മായിലിനോട് പറഞ്ഞിട്ട് അതേ കമ്പനിയിൽ എനിക്ക് പണിയാക്കി തരാന്ന്. ഈ കേട്ടീനോ? എൻ്റെ ഉമ്മ എപ്പോഴും പറയുന്നത് ഞാൻ വീണ്ടും പറയാം, ജീവിക്കാൻ വേണ്ടി ബച്ചു ഗൾഫ് പോവില്ല. ഈ എത്ര പോരം കച്ചവടം തുടങ്ങി? എന്തെങ്കിലും ഒരു ഗുണം അനക്കോ ഈ കുടുംബത്തിന് ഇന്ന വരെ ഉണ്ടാക്കണം. ഈ പറ. 26 വർഷം വാപ്പ ഗൾഫിൽ പോയിന്നല്ലേ. എന്നിട്ട് മൂപ്പരെന്തുണ്ടാക്കി? ഈ വീടാ മുഷാറിനെ കെട്ടിച്ച. നിങ്ങൾ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലോ ഉമ്മ. ചാടാണ്ട് നോക്കിട്ടോ, താഴെ വീണു. ഇയാളെ മൊയ്താക്കരുത് ടൊൽക്കമ്മലാളെ കൊൽക്കമ്മല വാർത്താനം പറഞ്ഞു. നൈസല്ലേ? പുഷ്പ ജംഗ്ഷൻ റൈറ്റ് പോയ നേരെ കാണുന്ന ആദ്യത്തെ ബിൽഡിംഗ്. തെറ്റാനൊന്നുമില്ല, ഞങ്ങൾ പിന്നാലുണ്ട്. ഓ പെർഫെക്റ്റ്. ഓക്കേ ഓക്കേ. ഞാൻ പറഞ്ഞില്ല സെയിൽ ചെയ്യാൻ കഴിച്ചിലാവുന്നു. സമയമില്ലാട്ടോ, ബാങ്ക് അടക്കും. സുമീരെ പൊന്നെടുക്കണ്ടേ? എനിക്കിനി സമയമില്ല. സെയിൽ നടങ്ങി. നിങ്ങൾ എണ്ണൊന്നും വേണ്ട രാജേട്ടാ, 5% വർധനവേ ഉണ്ടാവും. അല്ലടോ, നഷ്ടം വരുന്ന കച്ചവടത്തിന് മാത്രം നമ്മളെ പാർട്ട്ണർ ആക്കൂ. ലാഭം വരുന്ന എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നമ്മളോട് പറയട്ടാ, നമ്മൾ പൈസ ഇറക്കാന്ന്. അത്യാവശ്യം പൈസ ഇറക്കാനുണ്ടെങ്കിൽ ലുധിയാനയിൽ നിന്ന് കണ്ടെയ്നർ ആണെങ്കിൽ സാധനം ഇറക്കാം. അതും ചീപ്പ് റേറ്റിന്. ലോകം മൊത്തം ഇനി മാസ്കിലായിരിക്കും രാജേട്ടാ. അല്ല, ഇയനല്ലേ പറഞ്ഞ് ഇനി അൺലോക്കൊക്കെ തുടങ്ങി, കൊറോണ തപ്പം നിൽക്കും, കൊറോണ വുഹാനിലേക്ക് വണ്ടി കയറിയെന്നൊക്കെ. എന്നിട്ട് ഇയനെയാ പറയുന്നത് ലോകം മൊത്തം മാസ്കിലായിരിക്കും. ഈ എവിടെയെങ്കിലും ഉറച്ച് നിൽക്കട്ടാ. ശരി, എന്തായാലും വിളിക്ക്, കുറച്ച് തിരക്കുണ്ട്. ഓക്കെ, ഞാനപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാം. ഞാൻ വിളിക്കാം. പോവല്ലേ? ഈ എന്ത് പരിപാടിയാണ് കാണിച്ചത്? ഈ എന്തിനാ ഇപ്പൊ പൈസ എടുത്തിട്ട് അയക്ക് കൊടുത്ത്? അപ്പൊ സുമീന്റെ കാര്യോ? സുമീന്റെ പൊന്നി നമുക്ക് എടുക്കാടും. ഇപ്പൊ രാജേഷേട്ടന് പൈസ കൊടുത്തുകൊണ്ട് മൂപ്പര് നമ്മളെ ബിസിനസ്സിൽ ഇനിയും പൈസ ഇറക്കും. അപ്പൊ കച്ചവടം വലുതാവും. അല്ലാണ്ട് കിട്ടിയ പൈസ കൊണ്ട് അപ്പോൾ തന്നെ കടം വീട്ടിൽ തീർക്കാന്നുള്ളത് നല്ല ബിസിനസ്സുകാരുടെ രീതിയല്ല. ഈ ടെൻഷൻ അടിക്കേണ്ടൂ. അനക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം പറ്റി ചെയ്യില്ല. വാ. എടാ, ഇതിട്ടാ ശ്വാസം മുട്ടൂലേ? എന്റെ ഉമ്മ അത് ശ്വാസം മുട്ടി പോവാണ്ടിരിക്കാൻ വേണ്ടി ഇടുന്ന. പാത്തോ, ഈ ഇങ്ങോട്ട് കയറിയാ ഈ എന്തിനാ പോക്ക വാങ്ങിക്കൊടുത്തു? ഓളിഞ്ഞി പൈമെന്ന് ഇറങ്ങലുണ്ടാവില്ല. ഓളിപ്പോ എന്തിനാ അയിമെന്ന് ഇറങ്ങണ് അല്ലേ പാത്തുട്ടി? കാക്ക, ഇത് 10,000 ഉണ്ട്. ഈ അത് ഉമ്മാക്ക് കൊടുത്താൾ. ഉമ്മാക്കാ കൊടുക്കടി. ഇപ്പൊ മനസ്സിലായില്ല ഉമ്മ, കാശുണ്ടാക്കാൻ ഗൾഫ് പോണൊന്നുമില്ലാന്ന്. അല്ലേലും എന്റെ ഉപബോധ മനസ്സ് പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്റെ കാക്കക്ക് ഭയങ്കര ബിസിനസ് മൈൻഡാന്ന്. ഓളെ ഉപബോധ മനസ്സ് ഇപ്പൊ വേറെ പലതും പറയലുണ്ട് ട്ടോ പച്ചു. ഇനി എനിക്ക് ആ ഇസ്മായിൽ മുതലാളിനെ കൂടെ ഒന്ന് കാണണം. മൂപ്പരാണ് വാപ്പാനെ ഗൾഫ് എന്ന് പറഞ്ഞ് പിരിയേറ്റിക്കൊണ്ടിരിക്കുന്നത്. എടാ ഇസ്മായിൽക്ക നിന്റെ നല്ലതിന് വേണ്ടിട്ടല്ലേ പറയണത്? ഇപ്പൊ നല്ലത് ഗൾഫിൽ മാത്രമല്ലാന്ന് മനസ്സിലായില്ലുമ്മ. ഞാൻ നിങ്ങൾ വാപ്പാന്റെ അടുത്ത് ഇസ്മായിൽ മുതലാളിന്റെ അടുത്തും കൂടെ ഒന്ന് പോയി പറഞ്ഞാൽ ആനക്ക് ഇനി ഇതുപോലെ നല്ല കച്ചവടം കിട്ടട്ടെ.
കാക്ക ഇങ്ങനെ പുറത്തിറങ്ങി നടക്കണ്ട, കൊറോണ ആണ്. ഓ വെച്ചോ, നമുക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ കൊറോണ. നിങ്ങൾക്ക് ആ വീട്ടിലെങ്ങാനും കിടന്ന് ഉറങ്ങിയ പോരെന്ന്. കടപ്പുറത്ത് കിടന്ന് ഉറങ്ങണതിന്റെ സുഖം എന്റെ വാപ്പവനോട് ചോദിച്ചാ മതി. പ്രായമായ കൊറോണ പേടി കൂടല്ലേ വേണ്ട. നിങ്ങളെന്താ ഇങ്ങനെ? ഇജ്ജ് പോയി കിടന്ന് ഉറങ്ങടേ. ആ ഹലോ. ഹലോ, അസ്സലാമു അലൈക്കും. വാലേക്കും അസ്സലാം. കേക്കല്ലേ? ആ കേക്ക പറഞ്ഞോളി. എന്താണ് എല്ലാരും ഉറങ്ങിയോ? ആ ബച്ചി ഇപ്പളാ ചോറ് നിന്ന് കിടന്ന്. ഓനിപ്പോ കച്ചവടമൊക്കെ കിട്ടുന്നുണ്ട്. എനിക്ക് കുറച്ച് പൈസയൊക്കെ കൊണ്ട് തന്നീന്. അടിപൊളിയാണല്ലോ. ഞാൻ പഠിക്കൊന്നും പോകണ്ടിരുന്നാ പോരെ, പൈസ കൊണ്ടുതരല്ലോ. അല്ലാതെ നിങ്ങളെ പുയ്യാപ്പിളനെ വിളിച്ചിട്ട് എന്തേലും പറഞ്ഞു? അത് പറയാനാ ഞാൻ ഇപ്പൊ എന്നെ വിളിച്ചു. പുയ്യാപ്പിളിക്ക് മഹലിലെ കുറച്ച് ആൾക്കാരെ കൂട്ടി ഒന്ന് ഇരിക്കണം. ഓ അതിനെന്താ അവരിരുന്നോട്ടെ. ഈ ബച്ചുവിനോടൊന്ന് പറയൂ പുയ്യാപ്പിളൊന്ന് വിളിക്കാൻ വേണ്ടിട്ട്. ആ ഞാൻ പറയാ, പക്ഷെ നിങ്ങളും ഒന്ന് വിളിച്ചോളി. പുയ്യാപ്പിളിന്റെ സമ്മതം അറിവോ ഇല്ലാതെ സ്വർണം വേറൊരാൾക്ക് കൊടുക്കാന്ന് വെച്ചാ അത് തെറ്റല്ലേ? അതല്ലല്ലോ ഇവിടുത്തെ പ്രധാന വിഷയം. ലോക്ക്ഡൌൺ സമയത്തെ ഒരു നാട് മുഴുവൻ പുരൻ്റെ അകത്ത് കുടുങ്ങിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു അന്യ പുരുഷനെ രഹസ്യമായിട്ട് കാണുമെന്ന് വെച്ചാൽ അത് ന്യായീകരിക്കാൻ പറ്റുന്ന തെറ്റാ? നിങ്ങൾ പറയും. അല്ലിക്ക, ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞല്ലേ. ഇതിപ്പോ നമുക്ക് എങ്ങനെ തീർക്കാന്ന് പറയും. അതിനല്ലേ നമ്മളിവിടെ കൂടിയേ ഇല്ലേ? ഇല്ലേ റഷീദേ? അതെ, ഒരു പെണ്ണിന്റെ കാര്യല്ലേ. നിങ്ങൾ പറയുന്ന പോലുള്ള തെറ്റൊന്നും ബുഷറ ചെയ്തില്ല. ആദ്യം നിൽക്കണ റഷീദിന് പറയാം, പിന്നെ പിയ്യാപ്പിളനോട് ആലോചിക്കാതെ മാലൊന്ന് മറിച്ച്. അത് തെറ്റല്ലേ ഓള് ചെയ്ത്? അതെങ്ങനെ തെറ്റാവണേ? ആ മാല എനിക്കെന്റെ വാപ്പ തന്നല്ലേ. അതെന്റെ പുയ്യാപ്പിളക്ക് വാപ്പ കൊടുത്തല്ലേ? അല്ല, അതെന്റെ വാപ്പ എനിക്ക് തന്നാണ്. ബുഷറ നിങ്ങൾ എനിക്ക് പെണ്ണിന്റെ വീട്ടിൽ വന്നിട്ടേ ഇമ്മാതിരി മാനക്കെട്ട വർത്താനം കേൾക്കേണ്ട ഗതികേടൊന്നും ഞമ്മക്ക് ഉണ്ടായിട്ടില്ല. ഇവള് പറഞ്ഞിട്ടല്ലേ ഈ ഇരുത്തം ഇവിടെ നാക്കി എന്നിട്ട് ഇമ്മാതിരി വർത്താനം പറയാം. മോളെ ബുഷറ, ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാനുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ വർത്താനം പറഞ്ഞാലോ? എനിക്കെന്റെ ഭർത്താവിനോട് മാത്രമായിട്ടൊന്ന് സംസാരിക്കണം. ആ ഒന്നും നടക്കൂല. ഒരു സംസാരിക്കട്ടേന്ന് ചെല്ലി റഷീദേ, ചെല്ലടോ. നീ ഒന്ന് പോയി നോക്ക്. ചെല്. അങ്ങനെ പരിഹരിക്കാൻ ഞങ്ങളൊക്കെ അല്ല ഞാൻ കൂടാ. അത് നിങ്ങളൊന്നും പറയണ്ട. വിജീഷ് ആരാ നിങ്ങൾക്ക് അറിയില്ലേ? എനിക്കറിയാം. എന്നാരാ? എൻ്റെ കൂടെ ചെറുപ്പം മുതലേ കളിച്ചു വളർന്ന എൻ്റെ ചങ്ങായി, നിങ്ങളെ +2 ഗ്രൂപ്പിലെ മെയിൻ ആള്. ആ അങ്ങനെയുള്ളവന് പെട്ടെന്നൊരു ആവശ്യം വന്നപ്പോ ഞാൻ എന്റെ മാല ഒന്ന് മറിക്കാൻ കൊടുത്തതല്ലേ? അതൊക്കെ എനിക്കറിയാം ഉഷാറ. എന്നാലും ഈ അമ്മമാരോട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇനി പറയൂ. എന്നെ മോശക്കാരിയൊക്കെ സംസാരിക്കാൻ ഞാൻ ആരെ സമ്മതിക്കൂല. എന്നാ ഞാൻ എല്ലാം വിട്ട്. ആണോ? എന്നാ ഞാൻ വിട്ടില്ല. എന്നെ സംശയിച്ചതിനും എന്നെ പറ്റി മോശമായിട്ട് വർത്താനം പറഞ്ഞതിനും മാപ്പ് പറയണം. മാപ്പ് പറയണം. മാമ എണീറ്റോളി പോവാ. എന്താ റഷീദേ? ഓള് ശരിയല്ല സംഘ. എന്താ എന്തോള് പറഞ്ഞേ? ഓള് വരാൻ പോലും നമ്മളെല്ലാരും ഓളോട് മാപ്പ് പറയണമെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞില്ല നടപടി മനുഷ്യരെ പറയിപ്പിക്കാനായിട്ട് മാപ്പ് പറയേണ്ടത്. കട്ടനോട് ഇറങ്ങി നടന്നത് പോലെ മാപ്പ് പറയണം. ബുഷറാനോട് ഈ ചൂടാവാൻ പാടില്ലേനും വെച്ചോ. ഈ എന്തോ അൽക്കമലത്തെ വർത്താനം പറയണ ആസിയെ. ഓള് പറയണേല് കാര്യമില്ലേ? ഈ എന്താ അത് മനസ്സിലാക്കാത്തേ? ഓളായിട്ട് ഉണ്ടാക്കിയ പ്രശ്നമല്ലേ. നമ്മളത് എങ്ങനെയെങ്കിലും തീർക്കാൻ നോക്കുമ്പോഴേ ഓളൊരു മാഞ്ഞാളോടൊന്നും പിന്നോ എനിക്കത് മതി നോക്ക്. വേണമെങ്കിൽ വെട്ടി കൊടുക്കാം. ഇതന്നെ 12 മണിക്ക് മുന്നേ വിറ്റീരാന്ന് അറിയില്ല. പിടിക്ക്. ഞാൻ പോയി കേറ് കേറ്. എടാ ഈ 2 ദിവസം കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആവണേ. ഓളെ കൊണ്ടൊന്ന് സ്കാനിങ്ങിന് പോകാനേ. പിന്നെ എന്നോട് ഈ കാറ് വന്നിട്ടുണ്ട്. ഈ വിളിച്ചാൽ മതി. വിജീഷാണല്ലോ. എടുക്കെടുക്ക്. പുതിയ മാസ്ക് വേണേ. സ്പീക്കറിൽ. ഹലോ വിജീഷേ. എവിടെ പോയി കിടക്കുക? എത്ര നേരം വിളിക്കുന്നത്?
എന്തായാലും വിജീഷ പറഞ്ഞോ. അസി ഇവിടെ ആകെ പ്രശ്നമാണ്. അത് നാളെ രാവിലെ തന്നെ ലാബിലേക്ക് വരണം. എന്താണ് പ്രശ്നം? എന്താണ്? എടോ ഇതിന്റെ അപ്പുറത്തേക്ക് എന്ത് പ്രശ്നം ഉണ്ടാവാനാ? അസി ഞാനൊരു കാര്യം പറയാം, എന്നെ കൊണ്ടാവൂലേ? ഈ കാര്യം പറ വിജീഷ. എന്ത് കാര്യം പറയാം, എനിക്ക് ഒന്നും അറിയില്ലെങ്കിൽ രാവിലെ തന്നെ അങ്ങോട്ട് എത്തിയാൽ മതി. എടാ ഇതിപ്പോ എന്താ? ഹലോ എടാ ഹലോ. നോക്ക്, ഈ മൊത്തം സാധനം തിരിച്ചുകൊണ്ടുപോവാ. എന്നിട്ട് ഇന്ന് തന്നെ എനിക്ക് മുഴുവൻ പൈസ തിരിച്ചിടണം. സാറേ പൊട്ടി വള്ളി ശരിയാക്കി തന്നാ പോരെ? വള്ളി ശരിയാക്കി എങ്ങനെടോ? ഈ 50,000 പീസിന്റെ വള്ളി ശരിയാക്കുമ്പോഴത്തേക്ക് ഞാൻ പെൻഷൻ ആവൂലേ? ഒന്ന് പറഞ്ഞോ. നോക്ക് സാറേ, പൈസ മുഴുവൻ തിരിച്ചുതരാന്ന് പറയുന്നത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ഞങ്ങൾക്ക് കുറച്ച് സമയം താ, അതിനുള്ളിൽ ഇതെല്ലാം നേരാക്കി കൊണ്ടുതരാം. പോരെ? ഈ പറച്ച തുന്നിയ സാധനം ആയിട്ട് ഇങ്ങോട്ട് വരണ്ട, ഒക്കെ എന്നെ കൊണ്ടല്ലേ? സാറേ ഞാൻ എന്ത് ചെയ്ത്? സാറിന് കാര്യം പറഞ്ഞു. നീ മിണ്ടി പോരുത്, എല്ലാം അറിയിപ്പോക്കോ. പൈസ എനിക്ക് തിരിച്ചിട്ടില്ലെങ്കിൽ എല്ലാത്തിനെയും കൊടുത്തു കഴിഞ്ഞേ. നിങ്ങൾ അത് വിടും. ഒന്നിന് 50 പൈസ വെച്ചിട്ട് 50,000 മിസ്സിന് മൊത്തം 25,000 റുപ്യാണ് നിങ്ങളുടെ മാനേജറെ പറ്റിച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയത്. കൂടുതൽ പിടയ്ക്കാൻ നിൽക്കുമ്പോൾ അതും കൂടെ ആലോചിച്ചാൽ നല്ലത്. നിങ്ങളെ പൈസ എവിടെ പോകില്ല ബോസേ, തരും. പോട്ടെ മാനേജർ. സോറി. അതാണ് സാറെടുത്തോണ്ട് എന്തിപ്പോ ചെയ്യാ? നിങ്ങളുടെ മോൻ എന്ത് പരിപാടി കാണിക്കണം? എവിടുന്ന് ഒഴിവാക്കിട്ട മാസ്ക് നമ്മളെ കെട്ടി വെക്കാം. മൊത്തം വെള്ളി വെട്ടിപ്പോയി. എല്ലായിടത്തും ഒഴിവാക്കാണ്. മൂപ്പരാണ് വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. ഓനെ എല്ലാ മാസ്ക് എടുത്ത് ഭരിച്ചു നോക്ക വള്ളി പൊട്ടുവോ ഇല്ലയോന്ന്. എന്റെ പൊന്നാര മോനെ, ഓ പുറത്തിറങ്ങാൻ കഴിയാണ്ട് ഇവിടെ കുടുങ്ങി കിടക്കുക. ആർട്ടിഫിഷ്യൽ ചെയ്തപ്പോ നെഗറ്റീവ്, ആന്റിജൻ ചെയ്തപ്പോ പോസിറ്റീവ്, പിന്നെയും 15 ദിവസം ക്വാറന്റീൻ കിടന്നു. അതിനിടയിൽ അവനൊരു വള്ളി പൊട്ടി കേസും കൊണ്ട് വന്നിക്കണ്. ഈ ഒന്ന് പോയിക്കാ മോനെ അടുത്ത് പൈസ കത്തോടാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ ഒന്ന് പോവാൻ നോക്കുമോ? എന്റെ പൈസ കൊണ്ട് തിന്നാ നോക്കണം. എന്താ പറയാൻ വന്നത്? ഓ സുഖമില്ലാണ്ടാണ് കിടക്കാൻ നിനക്ക് അറിഞ്ഞൂടെ? സുഖമില്ലാത്ത മോന്റെ അടുത്ത് പറഞ്ഞു എന്റെ പൈസ കൊണ്ട് തിന്നാൻ നോക്കണ്ട. ഇനി നീ പുറത്തിറങ്ങുമല്ലോ, ചെയ്താലും മൊത്തം അതിന്റെ തിരുന്നോളാം. പോവാൻ നോക്കണോ? ഓന്റെ പേരും പറഞ്ഞ് ആരൊക്കെയാ പറ്റൊരു വാർത്താക്കാരൻ വന്നിട്ട് പോവാൻ നോക്കൂ. ഈ 16-ാം തീയതിയാണ് സുമീനെ കൊണ്ടുപോണത്. പൊന്നാരാസിയെ ഒക്കെ നമുക്ക് ശരിയാക്കാം. ഈ വണ്ടി കയറും. ഇത് ഈ പറഞ്ഞത്ര പ്രശ്നമൊന്നുമില്ലടോ. ഒരടി അങ്ങോട്ടും ഒരടി ഇങ്ങോട്ടും അത്രയേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യ്, കുറച്ച് ഉഷേൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്ക്. ബാക്കി നമ്മളെ ചുറ്റടുത്ത് മിഷനുള്ള വീടില്ലേ, അവിടെയും കൊണ്ടു കൊടുക്ക്. എന്നാ പണി എളുപ്പാവും. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അടിയൊന്ന് സ്ട്രോങ് ആയിക്കോട്ടെ. ഇനി എവിടുന്ന് കംപ്ലൈന്റ് വരരുത്. ഇല്ലേടോ, ഈ ധൈര്യമായിട്ട് പോയിക്കോ. 3-4 ലക്ഷത്തിന്റെ പണി കിട്ടിയേക്കാണ് ഉണ്ണിയേട്ടാ. ധൈര്യമൊക്കെ ലേശം ചോർന്ന് നിൽക്കണം. ശരി എന്നാ. ഈ പേടിക്കണ്ട, ഞാൻ എന്റെ പിന്നില് പോരെ. നൈസിലെ ബാക്കി നമുക്ക് ഉഷേച്ചിയുടെ അവിടെ കൊടുക്കാം. അപ്പൊ ഉണ്ണിയേട്ടാ ഞങ്ങൾ ഇറങ്ങി. ഒന്ന് സാറായി കളിട്ടോ. ആയിക്കോട്ടെ മോനെ. കാക്ക ഇതൊന്ന് പിടിക്ക്. എന്തിനാടി? അവിടെ ആകുമ്പോ കാറ്റും വിളിച്ചിട്ടുണ്ട്. അപ്പച്ചിക്ക് എന്തെങ്കിലും എഴുതിയും വായിക്കുകയും ചെയ്യാവാ. 14 ദിവസം റൂം ക്വാറന്റൈൻ, പിന്നെ പ്രവാസികൾക്ക് 14 ദിവസം ഹോം ക്വാറന്റൈൻ വേറെ. എന്തൊക്കെയാണ്? ഇതൊന്ന് മാറ്റി വിരിക്കാം. ആ പുതപ്പൊക്കെ ഒന്ന് എടുത്ത കാക്ക ഇതൊന്ന് എടുത്തേ. അതും ഇതൊന്ന് പിടിക്ക്. ബച്ചോ, ഈ സുമീന്റെ സ്വർണ്ണം എടുത്ത് പണയം വെച്ചിനോ? അന്നോടാ ഞാൻ ചോദിക്കണേ, ഈ വെച്ചിനോ? ആ വെച്ചിനി, അടുത്ത് കൊടുക്കുകയും ചെയ്യും. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏതൊരു ചെറുപ്പക്കാരനും ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യപ്രവൃത്തിയാണ് നമ്മുടെ സ്വന്തം രാജേഷേട്ടൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൊതുടാപ്പ് ഉദ്ഘാടനത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട രാജേഷേട്ടൻ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യും. രാജേട്ടാ എന്നാ കൈ എഴുതിയിട്ടാണ് ഉദ്ഘാടനം ചെയ്താലോ? മാറിക്ക് സാമൂഹിക രാജേട്ടാ വരി. നിങ്ങളൊന്നും കേൾക്കണ്ട കേട്ടോ, സമയമില്ല. നമുക്ക് അവിടെ നിന്ന് കേൾക്കാം. ഞാനേ
ഉണ്ടായത്തോടെ ഇതേമായി ഇതൊരു പൈപ്പ് ഉദ്ഘാടനം ഉണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാം. അപ്പോൾ ശരി. അപ്പോൾ ശരി. ആ വരും വരും വരും. നോക്കട്ടെ. ആ രാജേഷേട്ടാ. നാളത്തെ എഡിഷനിൽ വരില്ലടാ. ഓ ഉറപ്പായിട്ടും. മാറ്റി നോട്ടെ. രാജേട്ടാ നല്ല നോക്കി കൊടുത്തേക്കിട്ടോ. രാജേട്ടാ പക്ഷേ ഫോണിൽ കൂടെ പറഞ്ഞതിന് എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. രാജേട്ടാ ഇതിപ്പോൾ ചില പീസുകൾ വള്ളി പൊട്ടി, ശരിയാണ്. അതിപ്പോൾ ബൾക്കായിട്ട് സാധനം ഇറങ്ങുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ലേ? ഞാൻ വലിച്ചാലും പൊട്ടാത്ത രീതിയിൽ അതിനുള്ള പരിഹാരം കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എന്നാ പിന്നെ എന്താ പ്രശ്നം? എനിക്ക് ഒറ്റയ്ക്ക് തന്നെ കൊണ്ട് കച്ചവടം തുടങ്ങിക്കൂടെ? മുഴുവൻ ലാഭം എനിക്ക് തന്നെ അല്ലേ? അങ്ങനല്ല രാജേട്ടാ, നമ്മൾ ക്വാളിറ്റി ഉള്ള കുറച്ച് മാസ്ക് കൊണ്ട് എടുക്കണം, എന്നാലേ ഇപ്പോൾ ഉള്ളത് പോവുള്ളൂ. എൻ്റെ ബച്ചോ അങ്ങനല്ല രാജേട്ടാ. ഈ പറഞ്ഞതിനെ പിന്നെയും പറഞ്ഞ് വെറുതെ സമയം കളയണ്ട. എനിക്കിപ്പോൾ വേണ്ടതിലധികം ബിസിനസ് ഉണ്ട്. ഇത്തവണയും കൂടെ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കി. എനിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്നാൽ നിങ്ങൾ കുറച്ച് പൈസ എനിക്ക് കടമായിട്ട് തരും. ഒറ്റ മാസത്തെ ഗ്യാപ്പ് മതി. എനിക്ക് ചായ എന്താ വേണമെങ്കിൽ ഇവിടുന്ന് കുടിച്ചോ. അതിൻ്റെ പൈസ രാജേട്ടൻ കൊടുത്തോളാം. പോട്ടെ മോനെ, കുറച്ച് തിരക്കുണ്ട്. ഹലോ എന്താണ് വാപ്പ പറയും? എന്താണ് വെച്ചോ അവിടെ കാട്ടിക്കൂട്ടണേ? എന്താണ്? എടാ എനിക്ക് പൈസന്റെ ആവശ്യമുണ്ടെങ്കിൽ ഇന്നോട് ചോദിച്ചൂടെ? എന്തിനാണ് സുമീന്റെ പൊന്നൊക്കെ വാങ്ങി പണയം വെച്ച്? പൊന്ന് വാങ്ങുന്നു പണയം വെക്കുന്നു ഒന്നും ലോകത്തായിട്ട് സംഭവമൊന്നുമല്ല. ഞാൻ എടുത്ത് കൊടുക്കും. ആ വെച്ചിട്ടുണ്ട്, എടുത്ത് കൊടുക്കാൻ വേണം. ഈ ഒരു നാട്ടിൽ നിൽക്കണ്ടെങ്കിൽ കയറി പോലെ അതാപ്പം നല്ലേ. നാട്ടിൽ നിന്നാ ശരിയാവൂലേ? അതാ എന്നിട്ട് നിങ്ങളെ പോലെ തോറ്റ പ്രവാസിയായിട്ട് ഞാൻ എൻ്റെ ജീവിതം അവിടെ തീർക്കാം. അപ്പം എല്ലാവർക്കും സന്തോഷം. പറയുന്നുണ്ടൊന്നും തോന്നരുത് വെച്ചോ. ഈ ഭയങ്കര സ്വാർത്ഥന. സുഖമില്ലാത്ത വാപ്പനെ പണിക്കൂട്ടിട്ടല്ലേ എൻ്റെ ഭാഷ തീർക്കണ്ടേ? രസി, എനിക്ക് വാപ്പനോട് ദേഷ്യമൊന്നുമില്ല. പക്ഷെ മൂപ്പരോട് എനിക്ക് ഇതിപ്പോ ഈ പെട്ടിട്ടാണ് അനക്ക് വേറെ വഴിയില്ല. അതുകൊണ്ടാണ് ഈ ഇപ്പം എൻ്റെ അടുത്ത് വന്നത്. അത്രയേ ഉള്ളൂ. ലാഭുകാരോട് വാങ്ങിയ 1.5 റുപ്യ, അസീൻ്റെ വൈഫിൻ്റെ ഗോൾഡ് തിരിച്ചെടുക്കാൻ 1 ലക്ഷം റുപ്യ, പിന്നെ എന്താ, പിന്നെ ഒന്നുമില്ല അല്ലേ? അങ്ങനെ എല്ലാം കൂടി 2.5 ലക്ഷം റുപ്യ. അതിൽ കുറച്ച് പൈസ എൻ്റെ കയ്യിലുണ്ടൊക്കെ. ആ എൻ്റെ കയ്യിലുള്ളതൊക്കെ എൻ്റെ കയ്യിൽ വെച്ചു. ലാഭാര് കേസ് കൊടുത്താൽ വലിയ ചൊറയാവും. പക്ഷെ എൻ്റെ പൈസ എപ്പോൾ എനിക്ക് കിട്ടും അത് പറഞ്ഞില്ലല്ലോ. ഇത് നിൽക്കാൻ ഞാൻ പോകാൻ റെഡിയാണ്. എവിടെ പോവാൻ? അപ്പം അമ്പാനി അവളെ പൂതിയൊക്കെ വിട്ടാ? അത് വിട്ടാ? ഈ തീരുമാനം ഈ നേരത്തെ എടുത്തിരുന്നെങ്കിൽ അല്ല അത് പോട്ടെ. ബാപ്പാൻ്റെ പണി തരാമെന്നല്ലോ ഞാൻ പറഞ്ഞത്. കമ്പനിയിൽ മാരാനാക്കുന്നല്ലേ പറഞ്ഞത്. അനക്ക് പഠിപ്പില്ലേ? ഒന്ന് ഞാനിപ്പോൾ തരാം, ബാക്കി ഒരാഴ്ച കഴിഞ്ഞ്. ഓക്കെ അല്ലേ? പിന്നെ ഇത് വാപ്പ അറിയരുത്. കമറൂവിനോട് ആലോചിക്കാതെ ഒരു കാര്യം ഞാൻ ചെയ്യൂലെന്ന് എനക്കറിയാമല്ലോ. ഈ എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസിൻ്റെ വാട്സാപ്പിലേക്ക് അയച്ചു കേട്ടാ? ഓക്കെ. പിന്നെ പ്ലെയിൻ എല്ലാം അടുത്ത മാസം ഓപ്പണാവെന്ന് പറഞ്ഞു. പാസ്പോർട്ടെല്ലാം റെഡിയാക്കി വെച്ചോ? ഞാൻ പോകാൻ റെഡി ആയിട്ടോ. നോക്കിട്ടേ കാല് കാല്. സന്തോഷമായില്ലേ? ഇനിയിപ്പോൾ സമാധാനമായിട്ടിരിക്കുകയല്ലോ. ഒന്ന് പോടാ. കുട്ടിക്ക് നല്ല തടിയുണ്ടോ? എന്തിൻ്റെ ഒരു സാധനം ഇഷ്ടമാണ്. പിന്നെ കുട്ടിക്ക് തടയുന്നല്ലേ? അത് തടിച്ചിട്ടുണ്ടോ? ശരിയല്ലേ? ഇനിയിപ്പോൾ ഇതില്ലാത്തതിൻ്റെ പേരിൽ എനിക്കൊരു ചീത്ത പേര് വേണ്ട. അല്ല, ഈ എന്നിട്ട് എപ്പോഴാണ് പോണ്? ഇങ്ങോട്ട് ഈ ഗൾഫ് പോവാന്നാണ്? ഞാൻ ഗൾഫിൽ പോകുന്നില്ല. അപ്പൊ പിന്നെ ഈ ഇസ്മായിൽ ഖാനോട് പോവാ റെഡിയാന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഗോൾഡ് എടുക്കണ്ടേ? ലാബിൻ്റെ പൈസ കൊടുക്കണ്ടേ? അതുകൊണ്ട് അന്നേരം ഞാൻ മൂപ്പരടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് പൈസ മേടിച്ചു. അടുത്ത മാസം ഫ്ലൈറ്റ് ഓപ്പൺ ആകുമ്പോഴത്തേക്കും ഞാൻ ആ പൈസ എടുത്ത് തിരിച്ചു കൊടുക്കും. അല്ലാണ്ട് ബച്ചു ഗൾഫിൽ പോകുന്നില്ല. ബച്ചു എൻ്റെ ഒരു കാര്യം. ഇതെവിടെ പോയതാ? ഞങ്ങൾ സ്കാനിങ്ങിന് പോയി വരിക സാർ. ആഹാ. എന്താ എങ്ങനെക്കാർക്കും മാസ്ക് ബാധകല്ലേ? അല്ല സാറേ, വണ്ടിയുടെ അകത്തല്ലേ? എന്താ വണ്ടിക്കകത്ത് എന്താ മാസ്ക് ബാധകല്ലെന്നാ? അല്ല, വണ്ടിയിലിരിക്കുമ്പോൾ എന്തിനാ സാറേ മാസ്ക്? അത് ശരി.
നിങ്ങൾ എവിടെ ചെന്നാലും ഇങ്ങനെ ഗ്ലാസും ഡോറും തുറക്കാതെ ഫുൾ ടൈം കാറിൽ തന്നെ ഇങ്ങനെ കുത്തിരിക്കല? എടോ, ഡോറ് തുറക്കുമ്പോഴും ഗ്ലാസ് കാത്തുമ്പോഴും കൊറോണ വണ്ടിക്കകത്ത് കയറി ഈ എന്ത് ചെയ്യടോ? ആരാണ് ഡോർ തുറക്കണം നോക്കിയിരിക്കുകയാണ് കൊറോണ. ഒന്ന് പോ സാറേ. ഈ എന്താ ആളെ കളിയാക്കുക? ഞാനപ്പോ കളിയാക്കി. എന്നാ കുഞ്ഞുമണ്ണ കാര്യം ചെയ്യും, കാറിന് ഇങ്ങോട്ട് ഇറങ്ങും. എന്നിട്ട് ആ ബുക്കും പേപ്പറും എടുത്തോ, നേരെ എസ് ഐ സാറിന് അടുത്ത് നടന്നു. കളിയാക്കുന്നോ? അല്ല സാറേ, ഇല്ല, നീ അവിടെ ഇരിക്കും, ഞാൻ പോയി വരാം. വാ വാ വാ, നോക്ക്. സാറേ, ഇതാണ് സാർ, ഇവനാണ് ആളെ. അതിനാടാ ഞങ്ങൾ ഈ പറയുന്നത് നിനക്ക് തമാശാട്ടാ തോന്നണേ? ഞങ്ങളെ കഷ്ടപ്പെടുന്ന കാർ കൊണ്ടിട്ടാടാ? മൂപ്പരാളൊരു പൊട്ടത്തരം പറഞ്ഞ് പറയാണ്ട് തിരിച്ചു പോയതാണ്. പൊട്ടത്തരം പറയും? ഞങ്ങളെ എനിക്ക് പൊട്ടം വരാട്ടാണോ തോന്നണേ? അങ്ങനല്ല, നിനക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താണ് പറയാ? മാസ്ക് ബച്ചുവിന്റെ വാപ്പാന്റെ മുതലാളിയാ. മൂപ്പരെ പറ്റിച്ചിട്ട് അവൻ പൈസ വാങ്ങി. വേണ്ട എന്തിന്? ഓ എന്തൊക്കെ കള്ളത്തരാ പറഞ്ഞിട്ടുള്ളതെന്ന് ഓനിക്കും പടച്ചോനും മാത്രം അറിയും. സാറേ, മാഞ്ഞിട്ട് സംസാരിക്കും. എന്റെ മാനിയാ നിനക്ക് കാണിച്ചോ? പറടാ, നിന്റെ പേര് അഡ്രസ്സും പറടാ. എന്താ പേടിയാണ് നിനക്ക്? ബച്ചു, ബഷീറുദ്ദീൻ BP. ഇസ്മായിൽ കാ അസിയാണ്, ബച്ചുവിന്റെ ഫ്രണ്ടാണ്. അവനൊന്ന് പുറത്തു പോയതാ. ഞാൻ ഒത്തിരി വിളിക്കാൻ പറയട്ടെ? അതല്ല സി, വേറെ പ്രശ്നമുണ്ട്. നിങ്ങൾ എവിടെ ഇപ്പൊ? ടൗണില്. ബച്ചുവിന്റെ ബാപ്പ മൂപ്പര് പോയടാ. എന്താണ് കമർക്ക് പോയിന്ന് അറ്റാക്ക്. ബാപ്പയുടെ പേര് പറടാ. വന്ദേ ഭാരതിന് ടിക്കറ്റ് ബുക്ക് ചെയ്താ, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്താണ്. ഞാൻ അറിഞ്ഞിട്ട് അരമണിക്കൂറായിട്ട് വിളിച്ചു. ഇല്ലടോ, മൂപ്പത്ത് കൊറോണന്നില്ല. അവിടെ ഓനെത്തിരി ഞാൻ വിളിക്കാം. അത് മതിടാ. എന്നേടാ അങ്ങനെ വലിച്ചിട്ടേ പോരാ. ആ, അങ്ങനെ വെച്ചിട്ടില്ല. അതിന്റെ ഇടയിൽ കൂടി ഒരു മോളേയും കീരി. ഞാൻ കുറച്ചുകൂടി ഓർക്കും. मंजल 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 हाँ मंजल ज्यादा डाल ज्यादा അത്ര സാധാ ഡാലേ മാറേ. ഈ ചങ്ങായിമാരി ഒരു കാര്യമില്ല, കുറച്ചിട്ടാ മതി. ഹലോ കോൺ? അല്ലാ, അസിക, ആ സ്വിച്ച് ഒന്ന് ഇടിയുന്നു. ഞാനിവിടെ എത്തി. വെച്ചോ, നൗഷാദ. നൗഷാദ് മാമ. വാലേക്കും അസ്സലാം. എല്ലാം ശരിയായതല്ലേ? പിന്നെ ഒന്നും നമ്മളെ കയ്യിലല്ലല്ലോ. പഠിച്ചോ വിചാരിച്ചാ ചാലി അങ്ങോട്ട് വലിച്ചു കെട്ടിവിടാ. പിടിക്കടാ. ആളി കിട്ടില്ല. കുറച്ച് ചായ കട്ട ചായ ഇടാൻ പറഞ്ഞു. സാലിയ, ബച്ചുവിന്റെ വീഡിയോ കുറച്ച് കസാല മോടെ എടുത്തോ. ഞാൻ പോയിക്കോ, മറന്നോണ്ട. ബച്ചു, ഉഷറാകത്തുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നൗഷാദ് മാമയുണ്ട്.
അളിയൻ വന്നത്. മോളെവിടെ? ഇങ്ങോട്ട് ക്ഷമിക്കലടോ, ക്ഷമിക്കില്ല. അതെ, അല്ല സായ, എന്തെങ്കിലും ഒരു വഴിയുണ്ടെന്ന് നോക്കാൻ പറ്റുമോ? അല്ല, നീ ഒന്ന് നോക്കാം, ഞാനൊന്ന് നോക്കാം. ശരി, ചെറിയൊരു പ്രശ്നമുണ്ട്. വാ. നാട്ടിൽ കൊണ്ടുവരാൻ പറ്റിക്കണമോ? എനിക്കൊന്നും അറിയില്ല എൻ്റെ മോളെ. എന്താ നബീസാക്ക് ഒരു ചായ എടുക്കേ, ആയിസാക്കൂ. മോനെ, എനിക്ക് ചായ ആണോ? എനിക്ക് വേണ്ട, മാവിൽ കൊടുക്കും. ഇതങ്ങോട്ട് കൊടുക്കും. ഈ ഓരോ കാര്യങ്ങളൊക്കെ നോക്കണേ. ആയിക്കോട്ടെ. ജീവനോടെ നാട്ടിലേക്ക് വരുന്നത് തന്നെ നല്ലതിനല്ല. ഇന്ത്യ മരുവൻ തന്നെ വന്ദേ ഭാരത്തിന് ടിക്കറ്റ് കിട്ടിയിട്ട് വേണ്ടാന്ന് വെച്ചില്ലേ, അതിലപ്പുറണ്ടോ ഈ മയ്യത്തിന്റെ കാര്യം? എൻ്റെ ഉണ്ണി, ഈ ലോക്ക്ഡൗണിന്റെ ആരംഭത്തിലൊക്കെ കൃത്യമായിട്ട് കാർഗോയിൽ മയ്യത്ത് വന്നായിരുന്നു. ഇതിപ്പോ എന്നാ ബന്ധാക്കിയെന്ന് നമുക്കറിയില്ല. നിങ്ങൾ ഓരോടൊന്നും കൂടി ശ്രമിച്ചു നോക്കാൻ പറയിക്ക. ഈ എന്ത് വർത്താന റഷീദായി പറയണേ? നൗഷാദ്, പിന്നെ നമ്മളെ KMCCയുടെ ഷാനവാസ് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യുന്നുണ്ട്. ആരോഗ്യത്തോട് ഉറപ്പ് പറയണ്ടേ? പെർമിഷൻ നിർത്തിയത് മിനിഞ്ഞാന്ന്. ഇനി ഇതിപ്പോൾ മാറാനായിട്ട് എത്ര ദിവസം പിടിക്കും എന്നുള്ള കാര്യം പടച്ച തമ്പരാനറിയാം. അല്ല ഇസ്മായിലേ, നമുക്ക് എങ്ങനെയും ഒന്ന് എത്തിക്കിട്ടിയാ ഓൻ്റെ കവറെങ്കിലും ഇവിടെ അടുത്തുണ്ടാവൂലേ? അതിന് മയ്യത്ത് നാട്ടിലേക്ക് എത്തേണ്ട കാക്ക. ഈ 2 ദിവസമായിട്ട് 25ഓളം മയ്യത്താ എയർപോർട്ടിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കമറുണ്ട്, കൊണ്ടുവരണോ? അല്ല, ആ കാര്യത്തിൽ ഒരു തീരുമാനം പെട്ടെന്ന് ഉണ്ടാവുന്നല്ലേ നൗഷാക്ക പറയുന്നത്? നമ്മുടെ ഗവൺമെന്റിന്റെ കാര്യമില്ലേ, ചിലപ്പോൾ വൈകും. തീരുമാനം പെട്ടെന്നായാൽ അൽഹംദുലില്ലാ. അവന്നവരിങ്ങനെ മയ്യത്തിങ്ങനെ വെക്കുന്നത് ശരിയാണോ? ആണോ? മരണം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മയ്യത്തടക്കുക എന്നുള്ളതാ മയ്യത്തിനോട് കാണിക്കേണ്ട നീതി. എന്നാ പിന്നെ അങ്ങനെ അങ്ങോട്ട് തീരുമാനിക്കല്ലേ. ഇത്ര നാൾ ഓൻ അവിടെയാണ്, ഇനിയുള്ള കാലം ഓൻ അവിടെ തന്നെ നിൽക്കട്ടെ. വാ. ബാപ്പാന്റെ മയ്യത്ത് എയർപോർട്ടിൽ ഇങ്ങനെ ഇടുന്നതിലും ഭേദം ഉമ്മ, ഉമ്മ, ഇത് ഈ അടുത്തോ? നാളെ അതേ വിമാനത്തിൽ തന്നെ ആയിരിക്കും വരുന്നല്ലേ? കൊറോണയൊക്കെ ആയതുകൊണ്ട്. അതിന് മൂപ്പർക്ക് കൊറോണ ഇല്ലല്ലോ, ഇങ്ങോട്ടേക്ക് വരാനിരുന്ന ആളല്ലേ? അതല്ലോ ഉമ്മ, പക്ഷേ ആ, എനിക്കറിയാം നാട്ടുകാർക്കൊക്കെ പഴയ പോലെ കാണാൻ പറ്റൂല എന്നല്ലേ. സാരമില്ല, എനിക്ക് കാണാലോ. അത് പിന്നെ ഉമ്മ, മയ്യത്തുകളൊന്നും അവിടുന്ന് കയറ്റി വിടുന്നില്ല. പെർമിഷനൊക്കെ എപ്പോഴാണ് കിട്ടാന്നൊരു ഉറപ്പുമില്ല. ഇവിടെ മയ്യത്തുകളിൽ എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ പൊട്ടിക്കെട്ടി വെക്കുക? അതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവില്ലേ? അതല്ല ഉമ്മ, ഈ ഒരു അവസ്ഥയിൽ പാപ്പാൻ അവിടെ
തന്നെ നടത്താമെന്ന തീരുമാനം. ഈ ഒരു മനുഷ്യൻ തന്നെയാണോടാ? എങ്ങനെയാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നണേ? അന്ന് സുഖലാണ്ട് ആ മനുഷ്യൻ വന്നപ്പോ എന്നോട് എത്ര കെഞ്ചി പറഞ്ഞതാ പകരം പോവാൻ. ഈ കേട്ടിനോ? അന്ന് ഈ ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ ആ മനുഷ്യൻ ഇന്നിവിടെ ജീവനോടെ ഉണ്ടാവില്ലേനോ? വച്ചു എനിക്ക് കാണണം. ഈ ബാപ്പന്റെ മയ്യത്തെങ്കിലും എനിക്ക് കാണിച്ചു തരണം. ആ കൊണ്ടേരുന്നില്ല ലാസിയെ? അല്ലേ അതാ നല്ലത്. നമ്മളെക്കാൾ കൂടുതൽ ഗൾഫിലാണോ ഇത്? മാത്രല്ല ഈ മയ്യത്തുന്നാണ്ടോ ഇത് കൂടുതലായിട്ട് പടരുന്നത്. നിങ്ങളെ കൈ നാട്ടിയ കൈയാട്ടെ വിട്ടോളി. ആ വെച്ചോളെ. ഓന് ഫോണും കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെക്കാ. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്ക്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഞങ്ങൾ ഹെൽത്ത് ഗൾഫിൽ നിന്ന് ബന്ധപ്പെട്ടതല്ലേ? ഖത്തറിൽ. റഷീദ് ഒരിക്കെന്തോ സംസാരിക്കാനുണ്ട്. ഒരു ഹെൽത്തിൽ നിന്നാ ഞാൻ വിളിക്കാം. എന്തേനി 20 ആളുകൾ കൂടുതൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. കളക്ടറുടെ സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട്. ഇവിടെ നാളെ 2 ആൾക്കാരെ ചോറിലും കൊടുത്ത് ഈ വഴിയിൽ നിർത്തിക്കോളി. ഞങ്ങൾ നിങ്ങൾ നല്ലതിനാ പറയുന്നത്, കളിയാക്കരുത്. കളിയാക്കിയതല്ല, ശ്രദ്ധിച്ചോളാം. നിങ്ങൾ മരണം നടന്ന വിവരം നാളെ ഹെൽത്ത് ഓഫീസർക്ക് ഒന്ന് ഇൻഫോം ചെയ്യണം. ഒരു വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട് നാളെ ഒന്ന് കൊടുത്താൽ മാത്രം മതി. ആയിക്കോട്ടെ കേട്ടാ. ആ മാസ്ക് ഒക്കെ എടുത്ത് വെക്കടാ, വെറുതെ പണി ഉണ്ടാക്കാനായിട്ട്. പിന്നെ എംബസിയിൽ നിന്നുള്ള പേപ്പറും വെരിഫിക്കേഷനൊക്കെ കറക്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ അവിടെ നിന്ന് ഒരു മെയിൽ ഇങ്ങോട്ട് അയക്കണം, കൺസേൺ ലെറ്റർ. അത് മാത്രമല്ല, നമ്മൾ ഈ മയ്യത്ത് ബോർഡ് ചെയ്യുക എന്ന് പറഞ്ഞു കൊടുത്താണ് ഇപ്പോൾ കാര്യമായിട്ടുള്ള വിഷയമുള്ളത്. എല്ലാ സ്റ്റേറ്റിനും പ്രഷറുണ്ട്. മാക്സിമം പ്രഷർ വന്നാൽ ഇൻഷാല്ലാ ഒക്കെ തീരുമാനമാവുമെന്നാണ് ആൾക്കാർ പറയുന്നത്. എന്തായാലും ഈ മട്ടം പോലെ ചെയ്യും. ഈ പറഞ്ഞൊന്നും നോക്കണ്ടോ വെച്ചോ? നമ്മളെ ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ്. എന്താ സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. നാളെ ഉച്ചക്ക് മരിച്ചിട്ട് നേരത്തോട് നേരം ഇനി വെച്ച് നീട്ടരുത്. അളിയ മക്ക് ഞാൻ എപ്പോഴാണ് വിവരണ? നാളെ വരാൻ നിൽക്കണില്ലേ? ഉഷാ എന്താണ് മയ്യത്തുകൾ കൊണ്ടുവരുന്നുണ്ടോ പുതിയ സാഹചര്യത്തിൽ? അറിയില്ല വിജീഷേ, ഉമ്മ കാണണമെന്നാ പറഞ്ഞത്. ബച്ചു ആരൊക്കെയോ വിളിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ആയിട്ടില്ല. ഓനപ്പാട് എന്താ ചെയ്യണ്ടെന്ന് അറിഞ്ഞു നോക്കാം. റിലാക്സ് അവിടെ. ഞാനേ ഒന്നോട് സംസാരിക്കാം, യോജിക്കാം. ശരി. ഹസി ഒരു ഐഡിയയും കിട്ടില്ലല്ലോ, ആരെയാ വിളിക്കണ്ടേ? ഈ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, ഒക്കെ ശരിയാവും. ശിവായി. ആ വിജീഷ് ഭായ്, കൊച്ചിൻ സ്ഥിതി പെർമിഷൻ ഇല്ലാത്ത സമയത്ത് കൊണ്ടുപോകലോ? പെർമിഷൻ ഇല്ലാത്ത സമയത്ത് തന്നെയല്ലേ സൗദിയിൽ നിന്ന് വയനാട്ടിലേക്ക് ഒരു മയ്യത്തുണ്ടെന്ന്. പൈസയും പിടിപാടുണ്ടെങ്കിൽ പെർമിഷനൊക്കെ താനേ ഉണ്ടാവും വിജീഷേ. അങ്ങനെ സംഭവം ഉണ്ടായോ? ആ ഉണ്ട്, അതല്ലേ പറഞ്ഞേ. ഹലോ ഹലോ. പിന്നെ എന്തായി? വിജീഷ് ആരെയോ വിളിക്കുന്നുണ്ട്, നോക്കാം. ആണോ? ഒന്നുകൂടെ പ്ലീസ്. അല്ല സാറേ. ഓക്കെ സാർ. ആണോ സാറേ? ഓക്കെ ഓക്കെ സാർ. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ താങ്ക് യു സാർ. ബച്ചു പോയി നമുക്ക് നാളെ രാവിലെ നമ്മൾ MP പോയി കാണണം. നമ്മുടെ ബോസിൻ്റെ ആക്കുന്നൊരു ബന്ധുവാണ്. ഉപയോഗിച്ച് എന്തെങ്കിലും വഴി ഉണ്ടാവും? നമുക്ക് എല്ലാ രീതിയിലും ശ്രമിച്ചൊക്കെ പോയി.
അല്ലേ? സാർ പോട്ടെ. എന്നാ രാവിലെ തന്നെ നമുക്ക് പോയാലോ? ഒന്ന് പോയോക്ക്. മച്ചോടാ ഈ മനസ്സിലൊന്നും വെക്കല്ലട്ടാ. ബാപ്പ അന്നേരത്തെ ദേഷ്യത്തിന് എന്തോ വിളിച്ചു പറഞ്ഞ പിന്നെ ഇവിടെ ബാനുവിന്റെ കയ്യിലേ ഞാൻ കുറച്ച് സാധനം ഇവിടുന്ന് കൊടുത്തയച്ചിട്ടുണ്ട്. ഉമ്മാക്കുള്ള ഫോണൊക്കെ അതിൻ്റെ അകത്താണ്. ഈ ഒന്ന് വേഗം വാങ്ങിക്കൊടുക്കണ. ഓള് ഫോണിൽ വിളിച്ചാലും ഒന്നും തിരിയൂല. എന്നാ ഇൻഷാ അല്ലാ നമുക്ക് മറ്റന്നാ കാണാം. ചേട്ടാ നിർത്തിക്കും. എവിടേക്കാ? ഞാനൊന്ന് MP നെ കാണാൻ പോവാണ്. കൊണ്ടുവരാനുള്ള പെർമിഷൻ ഇതുവരെ ശരിയായിട്ടില്ല. ഉപ്പ പറഞ്ഞിനി ഈ ടെൻഷൻ ആവണ്ട, കൊണ്ടുവരാൻ പറ്റും. മാമി നിങ്ങൾ വീട്ടിലേക്ക് വിട്ടോ, ഞാൻ അവരെ കണ്ടിട്ട് അങ്ങോട്ട് വരാം. ആ സാർ, ഇതാണ് ഞാൻ പറഞ്ഞ വിജീഷ് സാർ. കാര്യങ്ങൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണല്ലോ മോനെ. ബാ പറയട്ടെ. ഇപ്പോൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യാന്ന് പറയുമ്പോൾ എനിക്കറിയാലോ അത് ചില്ലറ കാര്യമല്ല. അതിൽ കാര്യമായിട്ട് എന്തോ ഉണ്ട്. ഇപ്പം നമ്മളെ ലോക്ക്ഡൗൺ സമയത്ത് ബോഡികൾ ഇങ്ങോട്ട് വരുന്ന കുറച്ച് കാലത്തേക്ക് നമ്മൾ നിർത്തി വെച്ചിരുന്നു. അല്ല, പിന്നീട് അതൊക്കെ റിലീസ് ചെയ്തു. അതുപോലെ 1-2 ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങോട്ട് മാറും, സോൾവ് ആകുന്നൊക്കെ നമുക്ക് അങ്ങോട്ട് പ്രതീക്ഷിക്കാം. എന്തേ? പിന്നെ നാളെ ഡൽഹിയിൽ ഒരു ഉന്നതതല മീറ്റിംഗ് ഉണ്ട് ഇതിനെ പറ്റിയിട്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ചങ്ങായിമാർ എന്ത് പറയും, എന്ത് ചിന്തിക്കും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ പറ്റൂല. ആൾക്കാരല്ലേ? ഇവൻ്റെ ബാബയാണോ? നോക്ക് മോനെ, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത് അഡ്വൈസബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെന്താന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഇരുന്ന് ചിന്തിച്ച് യുക്തമായൊരു തീരുമാനം എടുക്കുക. പോട്ടെ. അത് ചന്ദ്രനെ കൊടുത്താൽ മതി. സർ സർ, ഡൽഹിയിലെങ്ങാനും വിളിച്ച് എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്താൻ പറ്റുമോ? മീഡിയയിലൊക്കെ വാർത്ത വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ. എടാ മോനെ, എൻ്റെ വികാരം എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഡൽഹിയിലേക്ക് ഒന്ന് വിളിക്കട്ടെ. എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ വിജീഷേ ഞാൻ തന്നെ വിളിക്കാം. കേട്ടാ, വിഷമിക്കല്ലേ. ഡൽഹിന്നാ? അതെ, ശരി. നാളെ മീറ്റിംഗ് ഉണ്ടെന്നുള്ള കാര്യം നേരാ. പക്ഷെ തീരുമാനം ഒന്നും പറയാൻ പറ്റൂല. ഇതിപ്പോ ഒരു ദിവസം തന്നെ നീണ്ടു പോവാണല്ലോ. ഈ ബച്ചുവിനത് പറഞ്ഞിട്ട് മനസ്സിലാവാത്ത അളിയാ, ഞാൻ ആ നോർക്കയുടെ ഓഫീസിൽ ഇരുന്ന് കൊണ്ടുവരാം. ഇനി ഓരോരുത്തർ വല്ല വിവരം ഉണ്ടെങ്കിലും ബച്ചു വന്നാൽ ഞങ്ങൾ അപ്പം തന്നെ വിളിക്കാം. എന്നാ വിളിക്കാം. എന്താണ് എന്തായി? ഓ, നാളെ മീറ്റിംഗ് ഉണ്ട് കാരണം കാത്തിക്കാണ്. ഇത് മയ്യത്തല്ലേ, ഇതിങ്ങനെ വെച്ച് കളിക്കാൻ പറ്റൂ? അപ്പൊ ഞാൻ അങ്ങോട്ട് ഇതിപ്പോ ഇങ്ങനെ വാശി പിടിച്ചാൽ എന്താ ചെയ്യാ സനക്ക? അവസാനം അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത കോലത്തിലാവും. എന്നാ പിന്നെ സനക്ക ഞാനതേലെ ഇറങ്ങാം. പയ്യത്ത് വരുന്ന ഡേറ്റ് അറിഞ്ഞാ പറയട്ടോ. അപ്പൊ വരാം. അസൻക, ഞാനും പോയിട്ട് വരാം. ഈ എന്തെങ്കിലും എടുത്ത് വെച്ച് കഴിക്കണം കേട്ടോ. പഠിച്ചോ, നമുക്ക് ഓരോന്ന് വെച്ചിരിക്കണം. ഞമ്മക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ഈ ഉമ്മാൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവണേ. എല്ലാരും ഇല്ല, ഉമ്മ മാത്രമേ പോകുന്നു. പോയി വരാം. കുഞ്ഞിനെ നല്ലോണം നോക്കണം കേട്ടോ. ഈ നിങ്ങൾ കയറാൻ നോക്കി, ഓൻ കാത്തു നിൽക്കണം.
തന്റെ തീരുമാനത്തിന് മാറ്റൊന്നുമില്ലല്ലോ? വരില്ലെന്ന് ഉറപ്പല്ലേ? ഇല്ലുമ്മ, എനിക്കിവിടെ നിൽക്കണം. പോവാ. ചേച്ചി വരാം. കൊണ്ടുവച്ചിട്ട് വേഗം ഇങ്ങോട്ട് പോരെ. അലിമത്ത, ഈ പോയില്ലല്ലേ? ഈ ഇവിടെ ഉള്ളത് ഒരു സമാധാന. അല്ലേലും ഓ മര്യാദ കഴിഞ്ഞെങ്കിൽ ഈ ഇവിടെ തന്നെ ഉണ്ടാവണ്ടല്ലേ? ഞാൻ ഉമ്മ നോക്കിട്ട് വരാം. കോഴിക്കോട് നിന്ന് മെൻഷൻ ചെയ്തു. മതി. വച്ചോ, ഈ ലാബ് വരെ പൈസ കൊടുത്തില്ലേനോ? അതിൽ നല്ല സുമയുടെ സ്വർണ്ണം എടുത്ത്. അത് ശരി. ആ മാനേജർ ആൾക്കാരെയും കൂട്ടി വന്നിട്ടുണ്ട്. സാറേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങോട്ട് പോകണം സാറേ. എല്ലാവരും വല്ലാത്തൊരു അവസ്ഥയില്ല. പ്ലീസ് സാർ, പ്ലീസ് സാർ, പ്ലീസ്. ചേ, എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. എനിക്ക് ഓനൊന്ന് കാണണം. പിന്നെ അല്ല ആളെത്തിയല്ലോ. ഇത്ര ഫോൺ ചെയ്താലും അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാർ ഇങ്ങനത്തെ സന്ദർഭങ്ങളിലാണല്ലോ പ്രത്യക്ഷപ്പെടാറ് അല്ലേ? അതാണല്ലോ നാട്ടടപ്പ്. മരണപ്പെടാം പ്ലീസ്. എനിക്കറിയാം എൻ്റെ വിജീഷേ, ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന്. ഞാൻ കുറച്ച് മനുഷ്യപ്പറ്റുള്ള ആളായിപ്പോയി. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല. എനിക്കൊരു തീരുമാനം അറിയണല്ലോ സാർ. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ സെറ്റിൽ ചെയ്യും. ഒരാഴ്ച? അതിലും കൂടുതൽ എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ അറിയാലോ, കോടതിയും ലീഗൽ നോട്ടീസും പ്രൊസീജിയറും കാര്യങ്ങളും. ഹാർട്ടി കണ്ടോളൻസ്. പോട്ടെ.